ജീവിതത്തിൽ തന്നെ എൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു നിമിഷങ്ങളിലൊന്നാണ് അന്റാർട്ടിക്കയിലെ ഗ്ലേഷ്യറിൻ്റെ മുകളിൽ കൂടെ സൈക്കിൾ ചവിട്ടിക്കൊണ്ട് പോകുക എന്നുള്ളത്. ഇതിവിടെയല്ലേ നടക്കത്തുള്ളൂ, നാട്ടിൽ പോയി കഴിഞ്ഞാൽ പറ്റത്തില്ലല്ലോ. അതൊരു ഭാഗ്യമാണ് ബേസിക്കലി കയറാൻ സാധിക്കുക എന്നുള്ളത്. നമ്മൾ അറ്റംപ്റ്റ് ചെയ്യാമെന്ന് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ എല്ലാ പർവ്വതങ്ങളും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ കയറാൻ പറ്റിയിട്ടുണ്ട്. അതൊരു വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കാണാം. വിൻസെൻ്റ് മുകളിൽ -34 ഡിഗ്രി ആയിരുന്നു തണുപ്പ്. അപ്പോൾ വിൻസെൻ്റ് 23. റിമോട്ട്നെസ് കൊണ്ടും പിന്നെ തണുപ്പ് കൊണ്ടും നമുക്ക് എവറസ്റ്റുമായിട്ട് കമ്പയർ ചെയ്യാനേ പറ്റാത്തൊരു പർവ്വതമാണ് ഈ പറയുന്ന വിൻസെൻ്റ്. ചിലിയിൽ നിന്ന് നമ്മൾ ഒരു ചാർട്ടേഡ് വിമാനം എടുത്തിട്ടാണ് അന്റാർട്ടിക്കയിലേക്ക് പോകുന്നത്. സാധാരണ ആൾക്കാർ പോകുന്നത് അന്റാർട്ടിക്കയുടെ സൈഡിലാണ്, മീൻസ് പെൻഗ്വിൻസിനെ കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ പോകുന്നത് അന്റാർട്ടിക്കയുടെ ഹൃദയഭാഗത്തേക്കാണ്. അവിടെയുള്ള എൽസ്വർത്ത് മൗണ്ടൻ റേഞ്ചസിലാണ് ഈ പറയുന്ന മൗണ്ട് വിൻസൺ ഇരിക്കുന്നത്. 10, 50, 55 കിലോ വലിച്ചുകൊണ്ട് സ്ലെഡ്ജിൽ വലിച്ചുകൊണ്ട് പോകണം. ഹാർട്ട് അറ്റാക്ക് പോലെ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ കിടന്ന് മരിക്കാനേ പറ്റത്തുള്ളൂ. അനന്തമായിട്ട് നമുക്ക് ഈ പറയുന്ന കടല് പോലെ മഞ്ഞല്ല ഐസ് കിടക്കുന്നത് കാണാൻ സാധിക്കുന്ന ഒരു പർവ്വതമാണ് ഈ വിൻസൺ എന്ന് പറയുന്നത്. വണ്ടർഫുൾ ആയിട്ടൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അവിടെയാണ് നമ്മുടെ ടെൻ്റ് ഉള്ളത്. ഇങ്ങനെ മഞ്ഞിക്കൂടെ സൈക്കിൾ ചവിട്ടി നടക്കാം. എന്താ രസം. എവറസ്റ്റിൻ്റെ മുകളിൽ എത്തിയപ്പോഴത്തേക്ക് ഭയങ്കര ക്ഷീണിതനായിരുന്നു, ന്യൂമോണിയൊക്കെ ബാധിച്ചിട്ട്. പക്ഷെ ഇവിടെ ഞാൻ വളരെ ഹെൽത്തി ആയിരുന്നു. കാരണം ഞാൻ അമേരിക്കൻ കമ്പനി വഴിയാണ് പോയത്. അപ്പോൾ അവർ നല്ല സൂപ്പർ ഫുഡാണ് നമുക്ക് തരുന്നത്. ഈ ഫുഡ് തരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ക്യാമ്പിൽ ചെല്ലും. ഇവർ നേരത്തെ ഫുഡിന് ആവശ്യമുള്ള സാധനമൊക്കെ അവിടെ കുഴിച്ചിട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ശവക്കല്ലറ തോണ്ടി എടുക്കുന്നത് പോലെ 2 മീറ്റർ തോണ്ടി ഈ കുക്കിംഗ് ചെയ്യാനുള്ള സാധനവും ടെൻറ്റും എല്ലാം നമ്മൾ പുറത്തെടുക്കും. എന്നിട്ട് അവിടെ നമ്മളൊരു ചെറിയ ടെൻ്റ് കുക്കിംഗ് ടെൻ്റ് ഉണ്ടാക്കും. ഇത് കുഴിച്ചെടുത്ത് സാധനങ്ങൾ മാറ്റുമ്പോൾ തന്നെ ഒരു വലിയ കുഴി ഉണ്ടാവും നമുക്ക് ഐസിനകത്ത്. ഈ കുഴിയിൽ വെച്ചിട്ടാണ് നമ്മൾ സാധനങ്ങൾ കുക്ക് ചെയ്യുന്നത്, ടെൻ്റ് വെച്ചിട്ട്. അതായത് ടെൻ്റ് ഉൾപ്പെടെയുള്ള സൗകര്യം അവർ കുഴിച്ചിട്ടിരിക്കുക. കാരണം അടുത്ത സീസണിൽ വരുന്ന ആൾക്കാർക്ക് അത് തന്നെ യൂസ് ചെയ്യാൻ സാധിക്കും. എൻ്റെ വായനകത്തുള്ള തൂക്കണ്ടാത്ത സാധനം ഇതിനകത്ത് നിറയ്ക്കാൻ പോവാണ്. ഇവിടെ കുഴിച്ചിട്ടിരിക്കുകയാണ് എനിക്ക് ഭാഗ്യം. അവിടെ വരുന്നത് ലോകത്തിലെ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള ടൂറിസ്റ്റുകളാണ് വരുന്നത്. സാധാരണക്കാരായ സർക്കാർ ജോലിക്കാരുണ്ടായിരുന്ന ആരും മനസ്സിലാക്കിയില്ല. എക്സ്പെഡീഷൻ കഴിഞ്ഞ് വന്നിട്ട് ഡ്രസ്സ് മാറുമായിരുന്നു. എന്താ സാധനം ഐസായി പോയിട്ടില്ലേ, ഇന്നർ ജാക്കറ്റൊക്കെ. രാത്രി 12 മണിയാണ്. ഇവിടെ കട്ട വെയിലാണ് അന്റാർട്ടിക്കയിൽ. ഞങ്ങൾ സമ്മർ ടൈമിലാണ് പോകുന്നത്. സൂര്യൻ എപ്പോഴും നമ്മുടെ മുകളിൽ ഉദിച്ച് നിൽക്കുന്നുണ്ടായിരിക്കും. രാവും പകലും ഇല്ലാത്തൊരു വല്ലാത്തൊരു അത്ഭുത ലോകമാണ് അന്റാർട്ടിക്ക. വട്ടായി പോകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഋതം മുഴുവൻ തെറ്റും. ശരീരത്തിന് രാത്രി ഏതാ പകലേതാ, ഉറങ്ങണോ നിൽക്കണോ പോകണോ എന്ന് അറിയാത്തൊരവസ്ഥയിലോട്ട് വരും. അപ്പോൾ അങ്ങനെ എനിക്ക് അന്റാർട്ടിക്കയിൽ ഒരു 10-15 ഡേയ്സ് ഞങ്ങളുണ്ടായിരുന്നു. അതിനുശേഷം എനിക്ക് 1 മാസത്തോളം 1.5 മാസത്തോളം ഉറക്കത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടായി. കാരണം ഞാൻ സത്യം പറഞ്ഞാൽ ഇരുട്ടിന് വേണ്ടി കൊതിക്കുന്ന ഒരു മനുഷ്യനായിട്ട് മാറി. അങ്ങനെ അന്റാർട്ടിക്കയിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോയത് അർജന്റീനയിലേക്കാണ്. അർജന്റീന എന്ന് പറയുമ്പോൾ നമുക്ക് മെസ്സിയാണ് ഓർമ്മ വരുന്നത്. പക്ഷേ ഞാൻ പോകുന്നത് അർജന്റീന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിക്കാരാണ്. അത് ആൻഡീസ് പർവ്വതനിരയിലെ സൗത്ത് അമേരിക്കയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ്. അക്കൻകാഗു എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഞങ്ങൾ പോയ സീസൺ എന്ന് പറയുന്നത് ഹെവി വിൻഡുള്ള സീസണായിരുന്നു. അക്കൻകാഗു ഇസ് ദ വിൻഡിയസ്റ്റ് മൗണ്ടൻ എവർ. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വിൻഡിയസ്റ്റ് ആയിട്ടുള്ള പർവ്വതം അക്കൻകാഗുവാണ്. ഒരു സിംഗിൾ ഗൈഡിനെ എടുത്തിട്ടാണ് ഞാൻ മുകളിലേക്ക് കയറുന്നത്. പക്ഷേ വിൻഡ് അപ്പോഴും 75-80 ഉണ്ടായിരുന്നു. പക്ഷേ സ്റ്റിൽ വി മാനേജ് ഇറ്റ്. മേഘങ്ങൾ നിഴലുകൾ ഇങ്ങനെ പോകുന്നത് കാണാം. ആദ്യമായിട്ടാണ് ഞാൻ അഗ്നിപർവ്വതം ഇതുപോലെ ആക്റ്റീവ് വോൾക്കാനോ കയറുന്നത്. കിളിമഞ്ചാരോ വോൾക്കാനോ ആണ്, എൽബ്രൂസും വോൾക്കാനോ ആണ്. പക്ഷെ അത് രണ്ടും ഡോർമൻ്റാണ്, മീൻസ് അത് ഇനാക്റ്റീവ് വോൾക്കാനോ ആണ്. ഈ വോൾക്കാൻ്റെ പ്രത്യേകത കയറുന്ന വഴി മുഴുവൻ വോൾക്കാനിക് ആഷാണ് കിടക്കുന്നത്. പണ്ട് പൊട്ടിത്തെറിച്ച് ഈ ആഷ് വന്നിട്ട് ചെറിയ ചെറിയ നമ്മുടെ കടലിലെ മണൽത്തരികൾ പോലെ മൊത്തം താഴെ നിന്ന് മുകളിൽ വരെ മണലാണ്. അപ്പോൾ നമ്മൾ ചവിട്ടി കയറാൻ വലിയ ബുദ്ധിമുട്ടാണ്. മുകളിലെത്തിയപ്പോൾ ഗംഭീരമായിട്ടുള്ള കാഴ്ചയാണ്. കാരണം ചുറ്റും മൊത്തം ഒരു 10-40 വോൾക്കാനോസാണ്. ഒരു വോൾക്കാനിക് ഏരിയ ആണത്. ഇവിടൊക്കെ എന്ന് പറയാൻ പറ്റത്തില്ല. അതെനിക്ക് ഇഷ്ടമുള്ള വേണമല്ല. നമ്മളെ അനുഭവിച്ചാലേ നമുക്ക് കയറാൻ പറ്റത്തുള്ളൂ. ജോലി കയറുന്നുണ്ടോ അമേരിക്കയിലോ? ഇവിടെ സെക്രട്ടറി ഇവിടെ കയറണം. എനിക്ക് അരി മേടിക്കണമല്ലോ.